പൊസിഷനിലെത്തി എന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. ഞാൻ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ദൂരം ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ലൈഫിലൊരു വലിയ അച്ചീവ്മെൻറ്റ് കൈവരിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ അതേ ഇൻഡസ്ട്രിയിൽ തന്നെ എത്രയോ വലിയ ലെജൻസ് ഇന്നും സജീവമായിട്ട് നിലനിൽക്കുന്നില്ലേ. അപ്പോൾ അവരുടെയൊക്കെ തണലിൽ എന്നെ കാണുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ്. പിന്നെ ഗുരുവായൂർ അമ്പല നടയിൽ എനിക്ക് വീണ്ടും പോയി നിൽക്കാൻ പറ്റിയില്ല ഷൂട്ടിങ്ങിന് വേണ്ടി. കാരണം ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടില്ല. നന്ദനം ശരിക്കും ഒറിജിനൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പോൾ അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇനിയിപ്പോൾ അതല്ല, പെർമിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ പോലും ഈ സിനിമയുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഷൂട്ട് ചെയ്യേണ്ട പോർഷൻസ് ഒരിക്കലും റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ദിവസങ്ങൾ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ഓഫ് ചെയ്ത് ആക്ഷനും പരിപാടിയൊക്കെ നടക്കുന്ന കേസല്ല. അങ്ങനെ നമ്മൾ ആക്ച്വലി ഒരു ഫുൾ സെറ്റായിരുന്നു ഇട്ടിരുന്നത്. ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ അതേ 1:1 റേഷ്യോ സൈസിലുള്ള ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷേ വലിയ സന്തോഷം, ഇൻ ദ സെൻസ് ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പരാതി പറയാനൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഞാൻ